ഊത്തപ്പോണേ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ദോശമാവ് നല്ലപോലെ പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്യാരറ്റ്, സവാള, പച്ചമുളക്, വേപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ പാന് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ തൂകി നമ്മുടെ ആ ദോശമാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല വലിയ ഊത്തപ്പോണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് അതിൻ്റെ മുഖത്തേക്ക് ആ ഫില്ലിങ്സ് നമ്മൾ ഉപ്പിട്ട് മിക്സ് ചെയ്ത ഫില്ലിങ്സ് ഇട്ട് ഒന്ന് മൂടി വെക്കാം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് ഒരു സൈഡ് വെന്തപ്പോൾ ഞാനതൊന്ന് മറിച്ചിടുന്നുണ്ട് കേട്ടോ. മറിച്ചിന് ഇത്ര വലിയ ഊത്തപ്പോയ കാരണം മറിച്ചിടുന്ന ടാസ്ക്കായിരുന്നു. ഒന്നും വിട്ടുപോകാതെ അത് മറിച്ചിടാൻ പറ്റിയ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞാൻ പങ്കുവെക്കുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഇനി ഈ ഒരു സൈഡും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി തക്കാളി ചമ്മന്തി ഉണ്ട് കേട്ടോ. അതിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ തേങ്ങാ ചമ്മന്തിയും നല്ല അടിപൊളി ടേസ്റ്റുള്ള തേങ്ങാ ചമ്മന്തിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഊത്തപ്പം രണ്ട് സൈഡും ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളത് പ്ലേറ്റിലേക്ക് എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം കേട്ടോ. നല്ല അടിപൊളി ഊത്തപ്പൂണേ. അതേ പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല ചൂട്, നല്ല ആവി ഇങ്ങനെ പറക്കണേണ്. ചൂടോടെ കഴിക്കുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ്. ആവി പറന്നിട്ട് എനിക്കത് പിച്ചെടുക്കാൻ പോലും എനിക്ക് പറ്റണില്ല, അത്ര ചൂടോടെ. അപ്പോൾ അതെ ഞാനത് ഇങ്ങനെ ടേസ്റ്റ് നോക്കണേണ്. അപ്പോൾ ചമ്മന്തിയിൽ മുക്കി, തക്കാളി ചമ്മന്തിയിൽ മുക്കിയിട്ട് എൻ്റെ പൊന്നൊന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും വളരെ സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി ക്യാരറ്റ് ഇല്ലെങ്കിൽ നമ്മൾ സവാളയും പച്ചമുളകും വേപ്പിലയും മാത്രം ഇട്ടിട്ട് നമുക്ക് റെഡിയാക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു. കണ്ടോ, നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ഇഡ്ഡലി. അപ്പോൾ ഇതിൻ്റെ ഇഡ്ഡലിയും ഈ രണ്ട് ചമ്മന്തിയിലും മുക്കി ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബായ്.